ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു മൂവി ഓഡിയോ ലോഞ്ച് പിടിച്ചാലോ? ഓഡിയോ ലോഞ്ചിൻ്റെ ആങ്കറിങ് വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെയാണ് ഓർത്തത് ഈശ്വരാ ഏൽക്കണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനായിരിക്കില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അവരെയൊക്കെ ഫേസ് ചെയ്യണം. അവരെയൊക്കെ എന്താ പറയുക ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോയിട്ടുള്ളൊരു ആങ്കറിങ് ഫംഗ്ഷനാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന അവർ തന്ന നോട്ടീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറ്റാവുന്ന ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ചെന്നപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുന്നേ. അതായത് അതിഥിയായിട്ട് വരാനിരുന്ന മനോജ് കെ ജയൻ, സുധീർ ഗോപ എന്നിവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിലും ഏറ്റവും വലിയ തമാശ ഞാനിപ്പോൾ പറയാം. 6:30-ക്ക് തുടങ്ങിയ പ്രോഗ്രാമിന് ആങ്കറായിട്ടുള്ള ഞാനും എൻ്റെ ഗ്യാങ്ങും എത്തിയത് 7:30-ക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ എന്താ പറയുക കാര്യങ്ങളുടെ ഒരു ഗതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു. നമ്മളിവിടെ പ്ലാനിങ്ങിൽ ചെറിയൊരു പിഴവ് പറ്റി. സമയം എന്താ പറയുക കുറച്ച് വൈകിയായിരുന്നു. എങ്കിലും ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി. ഓഡിയോ ലോഞ്ചൊക്കെ കഴിയുന്നു. അപ്പോൾ ആങ്കറിന് പിന്നെ എന്തോ ഒരു പ്രസക്തിയുള്ളത്? ഇതായിരുന്നു എൻ്റെ മനസ്സിലെ ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു വായോ നമുക്ക് തിരിച്ചു പോകാം, നിൽക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടുത്തെ ഡയറക്ടറെ ഞാൻ വിളിച്ചപ്പോൾ ഡയറക്ടർ പറഞ്ഞു എന്നാൽ സ്റ്റേജിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ കയറി. അവിടെ ചെന്നപ്പോഴാണ് അതിഥികൾ അവർ തന്ന ലിസ്റ്റിലത്തെ ആൾക്കാരൊന്നല്ല. ആകെ മൊത്തം അതിഥികൾ ചേഞ്ചാണ്. അപ്പോൾ ഡയറക്ടർ പുള്ളിക്കാരൻ എൻ്റെ അപ്പുറത്ത് നിന്ന് കറക്റ്റ് വരുന്നവരും പോകുന്നവരും ആരെയാണ് പറയേണ്ടത്, ഈ സിനിമയിൽ എന്ത് റോളാണ് ചെയ്തിട്ടുള്ളത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കൊരു എന്താ പറയുക അപ്പം തന്നെ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരുന്നു. ഞാനത് എൻ്റെ ഭാഷയിൽ നല്ല രീതിക്ക് പൊലിപ്പിച്ച് പറഞ്ഞു. അതാണ് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നമ്മൾ ഈ വെൽ പ്രിപ്പയർ ചെയ്ത് പേപ്പറിൽ അങ്ങനെ എഴുതി കൂട്ടി കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. ഇതാണ് ആങ്കറിങ് കൊണ്ട് ഇത്ര നാളായിട്ട് ഞാൻ ചെയ്തത്. ഇപ്പോൾ ചെറിയ ചെറിയ ഫംഗ്ഷൻ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ ഇങ്ങനെ ഓരോന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ഇടുക കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു പരിപാടി എൻ്റെ ലൈഫിൽ ഇതുവരെ അതായത് ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാവാനും പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരിക്കലും ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഇവൻറ്റ്സൊക്കെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ഞാനിത് കാണുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സാണ് എടുത്തത്. നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെയാണ് കേട്ടോ ശരിക്കും ക്ലിപ്പിങ്സൊക്കെ എടുത്തത്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒരു ലോങ് വീഡിയോയ്ക്കുള്ള കോണ്ടൻറ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ പിന്നെ വൈകിച്ചില്ല, ലോങ് വീഡിയോ അങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ സിനിമയുടെ തന്നെ ഓഡിയോ ലോഞ്ചിൻ്റെ അതായത് പാട്ടുകളുടെ ലോഞ്ച്, ടീസർ, ട്രെയിലർ ഇതൊക്കെ ലോഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം കേട്ടോ. എൻ്റെ അല്ല, വേറൊരാളുടെ ഔട്ട്ഫിറ്റാണ്. മേക്കപ്പ് ചെയ്ത് തന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രേതങ്ങളുടെ കൂട്ടം എന്നാണ് സിനിമയുടെ പേര്. സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സിനിമ കാണാൻ എന്താ പറയുക തിയേറ്ററിലൊക്കെ പോയി കാണണം. എനിക്ക് ട്രെയിലറും എല്ലാ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിലത്തെ ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയൊരു സംഭവമാണ്. ഒരിക്കലും നമ്മുടെ എന്താ പറയുക വിസ്മൃതിയിൽ അലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുകയാണ്. ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കെന്നെ കണ്ടൊന്ന് ആസ്വദിക്കാമല്ലോ. ഞാൻ ഈ വക അതിസാഹസികമായിട്ടുള്ള ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതാണ് ഇതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഭാവിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്.